ഇനി നമുക്ക് ഒരു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാം. പേര് കേട്ടാൽ നമ്മൾ വിചാരിക്കുന്നത് ആപ്പിളിനോട് ചേർന്ന് നിൽക്കുന്നതാണ്. പക്ഷേ സംഭവം അതല്ല. മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നമ്മുടെ കപ്പയുണ്ടല്ലോ, മരച്ചീനി കപ്പ എന്നൊക്കെ പറയും, കൊള്ളി എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ജന്മനാട് ബ്രസീലാണെന്ന് ഏകദേശം എല്ലാവർക്കും അറിയാം. അപ്പോൾ തെക്കേ അമേരിക്കയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു കിഴങ്ങ് കൂടി ഇപ്പോൾ കേരളത്തിൽ നന്നായി വേര് പിടിക്കുന്നുണ്ട്. പെറൂവിയൻ ഗ്രൗണ്ട് ആപ്പിൾ എന്നാണ് ഇതിൻ്റെ പേര്. യാക്കോൺ എന്നതാണ് ഇതിനെ പറയുന്നത്. ഇത് കൃഷി ചെയ്തിരിക്കുന്ന കൽപ്പറ്റയിലെ എമിലിയിലുള്ള പുഷ്പവല്ലിയാണ്. അപ്പോൾ തെക്കേ അമേരിക്കയിലെ ആൻഡീസ് പർവ്വത നിരകളിലൊക്കെ കണ്ടുവരുന്ന ഒരു സംഭവമാണ് ഈ യക്കോൺ എന്ന സംഭവം. അത് കേരളത്തിൽ കാര്യമായിട്ട് വേരുപിടിക്കുന്നു. പ്രമേഹ രോഗികൾക്കടക്കം കഴിക്കാവുന്ന ഒരു സുരക്ഷിത ഭക്ഷണമാണ് ഇതെന്നതാണ് അതിൻ്റെ ഒരു സവിശേഷത. ദേശത്തുനിന്ന് വന്ന സാധനം ആയതുകൊണ്ട് എല്ലാവർക്കും കഴിച്ചു നോക്കുമ്പോൾ നല്ല ഗ്യാസ് ട്രബിൾ ഉള്ളവർക്ക് ഇത് കഴിച്ചാൽ ആ രോഗം അതില്ല. മറ്റേത് കിഴങ്ങ് വർഗ്ഗങ്ങൾ കഴിക്കുമ്പം ഗ്യാസ് വരില്ലേ. അപ്പോൾ നമ്മളിത് കുറേ ദിവസം കഴിച്ച് ഒക്കെ നോക്കിയതാക്കും. ഒരുപാട് പേർക്ക് കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. ഷുഗർ ഉള്ളവർക്ക് കഴിക്കാൻ ബെസ്റ്റാണ്. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യാം. ഇതൊരു കിഴങ്ങ് കഴിച്ചാൽ ഭക്ഷണം എന്താ പറയുക, പിന്നെ വെള്ളം കുടിക്കേണ്ട, ഭക്ഷണം കഴിക്കേണ്ട, ദാഹവും മാറും, ക്ഷീണവും മാറും. പെട്ടെന്ന് കണ്ടാൽ നമ്മുടെ കാച്ചിൽ, മധുരക്കിഴങ്ങ് പോലെയൊക്കെ അല്ലേ അതിനോടൊക്കെ ചേർത്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ കമൽ പറയും, കമൽ എന്താണ് അതിൻ്റെ സ്വാദെന്ന് അറിയാനൊരു കൗതുകമുണ്ട്. കാര്യമായിട്ട് കേരളത്തിൽ ചെയ്യാവുന്നൊരു കൃഷിയാണത്. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണങ്ങളിലൊന്നായ മരച്ചീനിയുടെ ജന്മനാട് തെക്കേ അമേരിക്കയിലെ ബ്രസീലാണ്. അവിടെ നിന്നാണ് മരച്ചീനി ഇങ്ങോട്ട് എത്തിയത്. തെക്കേ അമേരിക്കയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു കിഴങ്ങാണ് യാക്കോൺ. ആൻഡീസ് പർവ്വതനിരകളിൽ കൊളംബിയയിലൊക്കെയാണ് ഇതിൻ്റെ ജന്മദേശം. സൂര്യകാന്തിയുടെ കുടുംബത്തിലുള്ളൊരു ചെടിയാണ്. സൂര്യകാന്തി പൂവിൻ്റെ ഒരു ചെറിയ രൂപത്തിലുള്ളൊരു സൂര്യകാന്തി തന്നെയാണ് ഇതിൻ്റെ പൂവെന്നും പറയുന്നു. എന്തായാലും മരച്ചീനി കൃഷി ചെയ്യുന്നത് പോലെ തന്നെയാണ് കൂടം കൂട്ടി കൃഷി ചെയ്യേണ്ടത്. കൽപ്പറ്റ എമിലിയിലെ പുഷ്പവല്ലിയും സഹോദരൻ സെൽവരാജും ചേർന്ന വീട്ടുവളപ്പിലാണ് ഇത് കൃഷി ചെയ്തിരിക്കുന്നത്. ഒരുപാട് പേർക്ക് വിത്ത് നൽകി, ഒരുപാട് പേർക്ക് കിഴങ്ങ് കഴിക്കാനും നൽകി. ഇതിൻ്റെ പ്രത്യേകതയായി അവർ പറയുന്നത് പ്രധാനമായും ഈ പ്രമേഹ രോഗികൾക്ക് സാധാരണഗതിയിൽ മണ്ണിനടിയിൽ വിളയുന്ന കിഴങ്ങ് വർഗ്ഗങ്ങളൊന്നും കഴിക്കരുതെന്നാണ് പറയുക. പക്ഷേ ഈ കിഴങ്ങ് പ്രമേഹ രോഗികൾക്കും സുരക്ഷിതമായി കഴിക്കാമെന്ന് പറയുന്നു. പ്രത്യേകിച്ച് ഇത് വേവിക്കാതെ സാലഡ് രൂപത്തിലൊക്കെയാണ് കഴിക്കുന്നത്. അത് പ്രമേഹ രോഗികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല എന്നുള്ളതാണ് ഒരു കാര്യം. മറ്റൊന്ന്, അതുപോലെ ഗ്യാസ് ട്രബിളൊക്കെയുള്ള ആളുകൾക്കും ഈ കിഴങ്ങ് കഴിച്ചതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകില്ല എന്ന് പറയുന്നു. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു കിഴങ്ങാണ്. എന്തായാലും മരച്ചീനി പോലെ ഭാവിയിൽ ഒരുപക്ഷെ കേരളത്തിൽ വ്യാപകമായി കൃഷി ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഒരു കിഴങ്ങാണെന്ന ഈ അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ തോന്നുന്നു. ശരി, കപ്പപ്പുഴുക്ക് എന്ന് പറഞ്ഞ പോലെ യാക്കോൺ പുഴുക്ക് എന്നൊക്കെ പറയുന്ന ഒരു കാലമുണ്ടോ? അതൊക്കെ കാത്തിരുന്നാണ്. ശരി കമൽ.